നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്കൊരു 45 ദിവസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാമെന്ന്. അപ്പം അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. ക്ലാസ് എന്നല്ല, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഷോർട്ട് ടൈമായിട്ടുള്ള ഒരു മാസത്തെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. അതിനകത്ത് ഫണ്ടമെൻ്റലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. കുറച്ചല്ല, അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഫ്രീ വെബ്സൈറ്റ് എൻ്റെ എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ആ വെബ്സൈറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു നല്ല വെബ്സൈറ്റ് ഒരു പക്ഷേ ഒരു ഫ്രീ ഹോസ്റ്റിങ്ങിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നടത്തുന്നത് 3 മാസത്തെ കോഴ്സാണ്. 3 മാസത്തെ കോഴ്സിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കും അത് ട്രെയിൻ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കുട്ടികൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം. അത് ഇൻഫോ പാർക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ, കൊച്ചി. പിന്നെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലുണ്ട്, പിന്നെ അങ്കമാലിയിലുണ്ട്, മദ്രാസിലുണ്ട്. അവിടെ ആഡ് ഷൂട്ടിങ്ങുകൾ ഉണ്ടായിരിക്കും. പിന്നെ പ്രീമിയർ, പ്രൊഫഷണലായിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, കുട്ടികൾക്ക് പഠിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിയൽ ടൈം സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കി കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാം. അതൊക്കെ ഭയങ്കര ഉപകാരം ചെയ്യും ഈ മേഖലയിൽ. പിന്നെ ജോലി അന്വേഷിച്ച് ചിലപ്പോൾ ഒരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നവംബർ 20-ാം തീയതിക്ക് മുന്നേ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു 5000 രൂപയുടെ ഓഫർ ഞാൻ കൊടുക്കുന്നതാണ്. ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വരുന്ന കുട്ടികളായിരിക്കുമല്ലോ അത്. അപ്പോൾ അവർക്ക് ഞാൻ അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫർ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ആരെങ്കിലുമൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓൺലൈനിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ ശക്തമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലത്തിൻ്റെ അടുത്തേ ആയിട്ടുണ്ടാവുള്ളൂ. അതെ, 2 കൊല്ലമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 കൊല്ലത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്ര ശക്തമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശക്തമായത് എന്നുള്ളത്, നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. സാധാരണ മൊബൈൽ ഫോണല്ല, സ്മാർട്ട് ഫോണുകളാണ്. ഏത് വെബ്സൈറ്റ് നമുക്ക് എടുത്ത് നോക്കാനും ഏത് ആമസോണിലേക്കോ ഫ്ലിപ്കാർട്ടിലേക്കോ എല്ലാം പോയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാനും ഒക്കെ ആരും പഠിപ്പിച്ചാലുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം. അതിൽ ഓർഡർ ചെയ്യാനും അറിയാം, അത് വരുമ്പോഴത്തേന് പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനും അറിയാം, എല്ലാം അറിയാം. അപ്പോൾ ഈ ഒരു മേഖലയിൽ എന്താണോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, അത് നമ്മളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു സബ്ജക്റ്റ് അല്ല, ശരിക്കും അതൊരു കൺസെപ്റ്റാണ്. പലത് ചേരുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചാലാണ് ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവുക, ഏതെല്ലാം മൊഡ്യൂളുകളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഫസ്റ്റ് വീഡിയോയിൽ ചാപ്റ്റർ 1 ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഞാനതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയാം. ഏകദേശം ഒരു ഇൻ്റർനെറ്റിലൊരു ക്ലിക്ക് ചെയ്യുന്ന ആഡ് വന്നത് 1993 അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ എത്തുന്നത് 1998 ഗൂഗിൾ എത്തുന്നതോട് കൂടിയിട്ട് സെർച്ച് എൻജിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, എങ്ങനെയാണ് സെർച്ച് എൻജിനിനകത്ത് ഗൂഗിളിനകത്താണെങ്കിലും പിന്നീട് വന്ന ബിങ്ങിലാണെങ്കിലും യാഹൂവിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് ആദ്യത്തെ റാങ്കിങ്ങിലേക്ക്, അതായത് നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് റിസൾട്ടൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിക്കുന്നതാണ് നമ്മൾ SEO, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതിലൂടെ പോകുന്നത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. അപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ WordPress എന്ന് പറയുന്ന ഒരു
കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും അതിന് ടെക്നിക്കലായിട്ട്. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വേർഡ്പ്രസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ ഗൂഗിളിലൊക്കെ നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ പേരിൽ അല്ലെങ്കിൽ ആദ്യത്തെ റിസൾട്ടായിട്ട് വരുന്ന വെബ്സൈറ്റുകളൊക്കെ എങ്ങനെയാണ്, ഏതെല്ലാം ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് റിസൾട്ടിൻ്റെ ഫസ്റ്റ് പേജിൽ വരാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന ഒരു മൊഡ്യൂളാണ് SEO എന്ന് പറയുന്നത്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ആദ്യത്തേത് വേർഡ്പ്രസ് എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റുകൾ എഴുതുക, എല്ലാ കാര്യങ്ങളും വരും. അതിൻ്റെ അഡ്രസ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ വരും. അടുത്ത സെക്ഷനിൽ SEO എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. നമ്മൾ ഗൂഗിളിനകത്തും അതേമാതിരിയുള്ള സെർച്ച് എഞ്ചിനിലും എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് SEOയിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SEM എന്ന് പറയും, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്. ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, SEO മാതിരി സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പോലെ തന്നെയുള്ളതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സാധാരണയായിട്ട് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് മുകളിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തത് പൈസ കൊടുത്തിട്ട് മുകളിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അപ്പോൾ പൈസ കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾക്ക് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് ചെയ്തു വരേണ്ടത്, നമ്മളുടെ സെയിൽസ് കൂട്ടാനുള്ളതാണോ, അതോ നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മളുടെ റാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ടാക്കിയാൽ മതിയോ, അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ അടുത്ത ഒരു മൊഡ്യൂളിൽ SEO SEM എന്നുള്ള മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ടെക്സ്റ്റുകൾ, പിക്ചറുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഗൂഗിൾ മാതിരിയുള്ള വെബ്സൈറ്റുകൾ, സെർച്ച് എഞ്ചിനുകൾ അവരെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഗൂഗിളിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അവർക്കും മനസ്സിലാവണം, ഏത് സെർച്ച് എഞ്ചിനുകൾക്കും മനസ്സിലാവണം, എന്നാൽ ഇത് വായിക്കുന്നവർക്കും മനസ്സിലാവണം. സെർച്ച് എഞ്ചിന് മനസ്സിലാകുന്ന പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ഐറ്റമാണ്, ടെക്നിക്കൽ പാർട്ടാണ്. എന്നാൽ ഇത് വായിക്കുന്ന സാധാരണ നമ്മുടെ മാതിരിയുള്ള ആൾക്കാർക്കും ഇത് വളരെ സുഖകരമായിട്ട് വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ആ തരത്തിൽ എങ്ങനെയാണ് ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മൊഡ്യൂളിൽ ഞാൻ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ മീഡിയകളിലേക്ക് കടക്കും. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഗൂഗിളിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഇന്ന് ഏകദേശം 2.3 ബില്യൻ്റെ മുകളിലുള്ള ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. 1.6 ബില്യണോളം ആളുകൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ട്വിറ്റർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ പല സോഷ്യൽ മീഡിയകളും വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് വേണം, ഇപ്പം നമ്മൾ വേറൊരു ടൈം കേട്ടിട്ടുണ്ടാവും, ഓൺലൈൻ പ്രസൻസ്, എൻ്റെ ബിസിനസ്സിൻ്റെ ഓൺലൈൻ പ്രസൻസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടൈം കിട്ടും. അതേമാതിരി നമ്മളുടെ ഓരോ ബിസിനസ്സും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തായിരിക്കണം, കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പെരുമാറേണ്ടത്, ഏതെല്ലാം ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരം കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിനകത്ത് വന്നു കയറുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. അത് കുറച്ച് പഴയ ടൈമാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 2004 കൂടിയിട്ട് അല്ലെങ്കിൽ അതിൽ മുന്നേ തന്നെ ഈ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും നമ്മളുടെ ഇൻബോക്സ് തുറക്കുമ്പോൾ, ഇമെയിൽ തുറക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരിക്കാം, ബാങ്കിൻ്റെ വന്നിട്ടുണ്ടായിരിക്കാം, ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഈ അഡ്രസ്സ് അവർക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് അവരിങ്ങനെ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഒറ്റയടിക്ക് ഇമെയിൽ അയക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ഇമെയിലിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ഇമെയിലിൻ്റെ സ്റ്റൈല് കുറച്ചൊന്ന് മാറുന്നുണ്ട്. അപ്പം നമ്മളെ കുറച്ചും കൂടെ ഒന്ന് പേഴ്സണലായിട്ട്
നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിലായിരിക്കും അടുത്ത ഇമെയിൽ വരുന്നത്. അതെങ്ങനെയാണ് ഓരോ ഘട്ടമായിട്ട് നമുക്ക് ഇമെയിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് നമുക്ക് നമ്മളുടെ അടുത്ത മൊഡ്യൂൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ അടുത്തൊരു മൊഡ്യൂളുണ്ട്. അപ്പോൾ എന്താ പറയുക, വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ബിസിനസ് വോളിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രോഗ്രാമാണ് ഈ അഫിലിയേറ്റ് പ്രോഗ്രാം. കാരണം അവരുടെ സെയിൽസ് കൂട്ടാൻ അവരെന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു പോർഷൻ അവരുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ മാതിരിയുള്ള ആൾക്കാർക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനകത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇൻകം ഉണ്ടാക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയും ഒക്കെ ഒരു അനലൈസിസ്, നമ്മളുടെ ഏത് പോർഷനിലാണ് നമ്മൾ വീക്കായി പോയത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ നന്നാക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറേ അനലൈസിസ് ടൂളുകൾ, എങ്ങനെയാണ് നമ്മളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉയർത്തേണ്ടത്, ഇതെല്ലാം കാര്യങ്ങളും പിന്നീട് വരുന്ന ഓരോ ചാപ്റ്ററിനകത്തും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളുടെ വീഡിയോ മാർക്കറ്റിംഗ്, അതെ ഞാൻ നേരത്തെ പറഞ്ഞാൽ യൂട്യൂബിൻ്റെ വീഡിയോ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ കണ്ടൻറ്റുകൾ എങ്ങനെയാണ് സെർച്ച് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കതിൻ്റെ ടാഗുകൾ സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്കതിനകത്തൊരു വീഡിയോ ഉണ്ടാക്കാം, നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും മൊബൈലുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് രസകരമാകുന്ന വിധത്തിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്കതെന്ത് ചെയ്യുന്നത്, ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാം, ആൾക്കാർക്ക് കാണുന്ന വിധത്തിൽ എങ്ങനെ ചെയ്യാം, ചെറിയ ആനിമേഷൻസൊക്കെ നമുക്കതിനകത്ത് ചെയ്യാൻ പഠിക്കാം. ആ ഒരു മൊഡ്യൂളാണ് നമുക്ക് വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മൊഡ്യൂളാണ് ഓട്ടോമേഷൻ. നമ്മൾ സാധാരണ ചെറിയ ആളുകൾക്കൊന്നും ആവശ്യമില്ല. 10, 100, 200, 500, 1000 ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന കമ്പനികളിലാണ് ഈ ഓട്ടോമേഷൻ്റെ ആവശ്യം വരുന്നത്. അത് CRM എന്ന് പറയുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു സ്റ്റാഫിനെ, അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ, കാരണം അവർക്ക് നേരിട്ട് ഫോൺ ചെയ്യാൻ, ഇപ്പോൾ ഒരു 500 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 500 സ്റ്റാഫിന് ഫോൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോ ദിവസവും അവരുടെ വർക്ക് മോണിറ്റർ ചെയ്യുന്നതും അവർക്കുള്ള സ്പെഷ്യൽ ടാർഗറ്റിംഗ് കൊടുക്കുന്നതും അവരുടെ വർക്കിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റഡായിട്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകളെക്കുറിച്ചുള്ള പരിചയമാണ് അടുത്ത ഒരു മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചാറ്റ് ഉണ്ടായിരിക്കും. ആ ചാറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ആ ചാറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. ആ ഒരു ചാറ്റ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. ആ ചാറ്റ് ബോട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നു, ആ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചേർന്ന് വരുന്നതാണ് അടുത്ത ഒരു ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞ മൊഡ്യൂള്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഏരിയ ആണ്. അപ്പോൾ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് ഫേസ്ബുക്കിൻ്റെ കിട്ടുന്നുണ്ട്, അതേമാതിരി വേറെ ഒരു ഹബ്സ്പോട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കിട്ടുന്നുണ്ട്, സമ്രാഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികളുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ എഴുതിയെടുക്കാം. അത് ഞാൻ എൻ്റെ കോഴ്സിലെ കുട്ടികൾക്ക് ഞാനത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെറുതെ വീഡിയോ കാണാനും എന്താ പറയുക, കുറച്ച് പോസ്റ്റ് ഇടാനും കുറച്ച് രാഷ്ട്രീയം പറയാനും ഒക്കെ ആയിട്ടായിരിക്കും സാധാരണ ഈ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളത് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ പല പരസ്യങ്ങളും അതിനകത്ത് കാണുന്നുണ്ട്. ഇന്ന് ഈ ഡിസ്പ്ലേ പരസ്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വലിയ ബോർഡുകളും ബാനറുകളും ഒക്കെ തൂക്കുന്നത്, അതൊക്കെ ഒരുപാട് മാറി തുടങ്ങിയിരിക്കുന്നു. പകരം ഈ സ്ഥാനത്തൊക്കെ നമ്മളുടെ ഡിജിറ്റൽ പരസ്യങ്ങൾ വന്നു തുടങ്ങി. ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഒന്നാമത് കോസ്റ്റ് കുറവാണ് ഡിജിറ്റൽ പരസ്യങ്ങൾക്ക്. രണ്ടാമത്തത് ഇതൊരു എന്താ പറയുക, മലിനീകരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നില്ല. വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു വലിയൊരു ഫ്ലെക്സ് കെട്ടി അത് പിന്നെ അത് എന്താ പറയുക കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കത്തിക്കണം, അങ്ങനെയൊക്കെയുള്ള മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നു. കൃത്യമായിട്ടുള്ള മൊഡ്യൂളുകളും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ നോട്ട്സുകളും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നല്ല വെബ്സൈറ്റും എല്ലാം കൂടെ ചേർന്നിട്ടാണ്
നമ്മളുടെ എന്ത് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ് നടക്കുന്നത്. അപ്പം അടുത്ത ഒരു വീഡിയോ നമ്മളുടെ മൊഡ്യൂൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിൽ വെബ്സൈറ്റുകളുടെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് അടുത്ത ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വരുന്ന എന്താ പറയുക സംശയങ്ങൾ വല്ലതും വരികയാണെങ്കിൽ ആ കാര്യങ്ങളും കൂടെ എൻ്റെ ചാനലിനകത്ത് ചോദിക്കുക, ഞാൻ അതിന് മറുപടി പറയും. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കാം. ഓരോ വീഡിയോ നമുക്ക് 45 വീഡിയോസിൻ്റെ ക്ലാസ്സുകൾ പെട്ടെന്ന് കഴിക്കാൻ നോക്കാം. കാരണം നിങ്ങൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐഡിയ ഈ ഒരു 45 ദിവസത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പം നന്ദി. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.